2021 സൈനിക അട്ടിമറിയെ തുടർന്ന് ജയിലിലായിരുന്ന മ്യാൻമാർ മുൻ സ്റ്റേറ്റ് കൗൺസിലറും നോബൽ സമ്മാന തേജാവുമായ ഓങ് സാങ് സൂചിയെ സൈനിക ഭരണകൂടം ജയിലിൽ നിന്നും വീട്ടുതടങ്കലിലേക്ക് മാറ്റിയിരുന്നു. തലസ്ഥാനമായ നെയ്ഫഡോയിലെ രഹസ്യ സങ്കേതത്തിലാണ് അവരുള്ളത്. എങ്കിലും ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും കൃത്യമായ ലൊക്കേഷനെക്കുറിച്ചും ഇപ്പോഴും ആശങ്കകളും ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. 2021 സൈനിക അട്ടിമറിയെ തുടർന്ന് അഴിമതിയും തെരഞ്ഞെടുപ്പ് കൃത്രിമത്വവും ഉൾപ്പെടെയുള്ള വ്യാജ ആരോപണങ്ങൾ ചുമത്തിയാണ് അവരെ തടവിലാക്കിയത്. തുടർന്ന് 27 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു അവർക്ക് വിധിച്ചിരുന്നത്. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കാൻ ഇനിയും 13-ലധികം വർഷങ്ങൾ ബാക്കി നിൽക്കെയാണ് അവരെ ജയിൽ മുറിയിൽ നിന്നും മാറ്റിയതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചത്. എന്നാൽ സൂചി നിലവിൽ എവിടെയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും ആർക്കും ഒരു കൃത്യമായ വിവരമില്ല. ലണ്ടനിൽ കഴിയുന്ന അവരുടെ മകൻ കിം ആരിസ് ഉൾപ്പെടെയുള്ളവർ അമ്മ സുരക്ഷിതയാണെന്നതിന് തെളിവുകളൊന്നും ഇല്ല എന്ന് വ്യക്തമാക്കുകയും അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നതിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നിലവിലെ മ്യാൻമാറിലെ ജനകീയ നേതാവും നോബൽ സമ്മാന തേജാവുമായ ഓങ് സാങ് സൂചി നിലവിൽ എവിടെയാണെന്നതിനെ ചൊല്ലി നിഗൂഢതകൾ തുടരുകയാണ്. അതായത് ഇപ്പോഴും സൈനികരുടെ കസ്റ്റഡിയിലാണോ അതോ മരിച്ചോ എന്ന ഒരു സംശയമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. സൈനിക അട്ടിമറിയിലൂടെ 2021 സൂചിയെ പുറത്താക്കിയ മിൻ ഓങ് ഹെലിംഗ് കനത്ത സുരക്ഷയുള്ള ജയിലിൽ കഴിഞ്ഞിരുന്ന സൂചിയെ കഴിഞ്ഞ ഏപ്രിലാണ് വീട്ടുതടങ്കലിലേക്ക് മാറ്റിയത്. മ്യാൻമാറിൽ ജൂഡ ഭരണകൂടം നിയന്ത്രണങ്ങളോടെ നടത്തിയ തെരഞ്ഞെടുപ്പിന് ശേഷം സിവിൽ പ്രസിഡന്റായി ചുമതലയേറ്റ മിൻ ഓങ് ഹെലിംഗ് തന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ നടത്തിയ തന്ത്രമാണ് ഇതെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. 81-കാരിയായ സൂചിക്ക് ഇപ്പോഴും യാതൊരു സ്വാതന്ത്ര്യമില്ലെന്നും അവർ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നും മനുഷ്യാവകാശ സംഘടനകൾ തന്നെ പറയുന്നുണ്ട്. കൂടാതെ മനുഷ്യാവകാശ സംഘടനകൾ തന്നെ പറയുന്നത് ഇവർ സൈനികരുടെ തടവിലായിരുന്നു, ആ തടവിൽ വെച്ച് ഇവർ മരണപ്പെട്ടു, അതുകൊണ്ട് ഇവരുടെ ബോഡി സൈനികർ അവിടെ നിന്നും മാറ്റി എന്നാണ് ചില മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. ഭരണാധികാരികളുടെ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ച നഗരമെന്നാണ് വിദഗ്ധർ നോർഫോഡയെ വിശേഷിപ്പിക്കുന്നത്. വനപ്രദേശങ്ങൾക്കും മേൽവയലുകൾക്കും നടുവിലൂടെ കടന്നുപോകുന്ന വിജനമായ 20 വരി പാതകളും വലിയ കോമ്പൗണ്ടുകളും അടങ്ങിയതാണ് ഈ നഗരം. ആളുകൾ വളരെ കുറവായ ഇവിടെ മൊബൈൽ ഇന്റർനെറ്റ് ജാമറുകൾ നിരന്തരമായി പ്രവർത്തിക്കുന്നതിനാൽ നാവിഗേഷൻ ആപ്പുകൾ പോലും കൃത്യമായി പ്രവർത്തിക്കാറില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ നഗരത്തിൽ ജീവിക്കുന്നത് തന്നെ ഒരുതരം വീട്ടുതടങ്കലിൽ പോലെയാണെന്ന് ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഗാലൻ പാരഡി പറയുന്നുണ്ട്. പോലീസ് ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം സൂചിയെ പാർപ്പിച്ചിരിക്കുന്ന മേഖലകളിലേക്ക് പോലീസുകാർക്ക് പോലും പ്രവേശനമില്ല. ജനറൽമാർക്ക് പോലും അവരെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് ഉദ്യോഗസ്ഥർ പോലും പറയുന്നത്. മുമ്പ് യാങ്കുനിലെ കുടുംബ വീട്ടിൽ സൂചി 15 വർഷത്തോളം വീട്ടുതടങ്കലിൽ കഴിഞ്ഞിരുന്നപ്പോൾ ജനാധിപത്യ പ്രക്ഷോഭകരുടെ ഒരു കേന്ദ്രമായി അവിടെ മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണെന്നും ഒരു വലിയ സ്വകാര്യ ജയിലിലാണ് തന്റെ അമ്മയെ പാർപ്പിച്ചിരിക്കുന്നതെന്നും സൂചിയുടെ ലണ്ടനിലുള്ള മകൻ കിം ആരിസ് പറയുന്നു. അമ്മ മുൻകാലങ്ങളിൽ അനുഭവിച്ച കടുത്ത നിയന്ത്രണങ്ങളിൽ നിന്ന് യാതൊരു മാറ്റവും ഇപ്പോഴുമില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. അതേസമയം സൂചിയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചതായാണ് മിലിറ്ററി അനുകൂല പാർട്ടിയായ USDP നേതാക്കൾ അവകാശപ്പെടുന്നത്. പ്രായാധിക്യം മൂലം ഇനി അവർക്ക് രാഷ്ട്രത്തിൽ സജീവമാകാൻ കഴിയില്ല എന്നാണ് സൈനികർ പറയുന്നത്.